everyone, it's me Savita Charles from Poothurans. നമ്മൾ ഇന്ന് കാണുന്നതും സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. ലൈറ്റ് കളേഴ്സിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതും. എല്ലാത്തിനും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട്. എല്ലാം തന്നെ 60s by 60s ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോട്ട് സീസൺ അടുത്ത് വരുന്നതുകൊണ്ട് നല്ല എന്താ പറയുക കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്, 109 പെർ മീറ്ററിലാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധവും പേയ്മെന്റ് ചെയ്യേണ്ട വിധവും കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ്. സിഗ്സാഗിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമുക്കിതും ടോപ്പോ അതല്ലെങ്കിൽ ബോട്ടമോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ വിത്തൗട്ട് ലൈനിങ് നമുക്ക് ചെയ്യാം. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. യെല്ലോനകത്ത് തന്നെ ഓറഞ്ച് കളറിലുള്ള സിഗ്സാഗ്സ് ആണ് പോയിട്ടുള്ളത്. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു പ്രിന്റ് ഉണ്ട്, അതും വന്നിട്ടുള്ളത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഓറഞ്ച് കളറിലാണ്. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ വരില്ലേ, ആ ഒരു കളറിലേക്കാണ് അത് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്, കണ്ണിന് നല്ല കുളിർമ നൽകുന്ന തരത്തിലുള്ള കളേഴ്സ് ആണ്. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഡിസൈൻ വരുന്നത്. അപ്പം ആദ്യം കണ്ടത് ഇതും കൂടി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റാണ് പോയിട്ടുള്ളത്. രണ്ടിൻ്റെയും വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. ഇനി നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ കളറിലുള്ളതാണ്. ഇതെല്ലാം തന്നെ നല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ്. അതുപോലെ തന്നെ നമുക്ക് കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 109 പെർ മീറ്റർ, 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ നോക്കാം. ഇത് വന്നിരിക്കുന്നത് ഒരു ഇക്കട്ട് പ്രിന്റിലാണ്. എല്ലാം തന്നെ സ്ക്രീൻ പ്രിന്റിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലോസ് വ്യൂവിൽ കാണിക്കാം. അതിനു മുമ്പ് ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരിക എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഞാനൊന്ന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഇത് രണ്ടും കൂടെ നമ്മൾ ടോപ്പും ബോട്ടവുമായിട്ട് പെയർ ചെയ്യുമ്പോൾ വരുന്നത്. ക്ലോസ് വ്യൂവിൽ നിങ്ങൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് വലിയ ഒരു സിഗ്സാഗ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതായത് ഒരു കാൻഡിയുടെ കളറിലൊക്കെ വരുന്ന ഒരു കളറാണ് ഇത് വരുന്നത്. ഡാർക്ക് ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. സിഗ്സാഗ് ആണ് അതിനകത്ത്, കോഫി ബ്രൗൺ കളറിലുള്ള സിഗ്സാഗ് ആണ് പോകുന്നത്. ഇനി നമുക്ക് ഇതിന് മാച്ച് ചെയ്യാവുന്നൊരു ഡിസൈൻ കാണിച്ചു തരാം. അത് വന്നിരിക്കുന്നത് ആ ഫ്ലോറൽ പാറ്റേണിലാണ്. നമ്മൾ കുറച്ചധികം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഫ്ലോറൽസ് ആണ്. ഇപ്പോൾ ഈ കണ്ട സിഗ്സാഗും ഇതും കൂടെ ടോപ്പും ബോട്ടവുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അതിൽ ടോപ്പിൽ തന്നെ രണ്ടും കൂടെ നമുക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ഇതിനകത്തുള്ള ഡിസൈൻസ് മനസ്സിലാകും. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നതും ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. അതിനകത്തും സിഗ്സാഗിലുള്ളതാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ഇനി ഇതിൻ്റെയും മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിരിക്കുന്നതും എന്താ പറയുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 ആണ്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. ഇത് രണ്ടും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് എങ്ങനെയാണ് വരിക എന്നുള്ളത് മനസ്സിലാകും. ഇങ്ങനെയായിരിക്കും ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത്, ടോപ്പും ബോട്ടവുമായിട്ട്. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ 60s by 60s ആയിട്ടുള്ള കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ 109 രൂപയാണ് പെർ മീറ്റർ ഇത് വന്നിരിക്കുന്നത്. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലെ ടോപ്പും ബോട്ടവുമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID യിലേക്ക് ഒന്ന് നിങ്ങളുടെ മെയിൽ
ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ടാകുന്നത്. 7:30 ഉണ്ട്, 8 8:30 ഉണ്ട്, 9 9:30 10 അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ടാകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ടാകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.